ഫ്രണ്ട്സ്, ഞാൻ ആയിത്തിൻ. എല്ലാവർക്കും നമ്മുടെ മെട്രോ ടെക്നോളജി അല്ലെങ്കിൽ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു മൾട്ടിപ്പിൾ ഡ്രില്ലിംഗ് മെഷീനും കട്ടിംഗ് മെഷീനുമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ആ മെഷീൻ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഡ്രില്ലിങ്ങും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് കട്ടിങ്ങും ചെയ്യാൻ പറ്റും, പിന്നെ ഗ്രൈൻഡിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ സിമ്പിളായിട്ട് നിർമ്മിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനും നമ്മുടെ കട്ടിംഗ് മെഷീനും നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മോട്ടറാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചക്ക ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രിൽ ബിറ്റും പിന്നെ നമ്മുടെ കട്ടിംഗ് മെഷീൻ ഉണ്ടാക്കേണ്ട കട്ടറും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നല്ല പവർഫുൾ മോട്ടറാണ്. അപ്പോൾ നമ്മൾ ഈ മോട്ടറിലോട്ട് നമ്മുടെ വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മോട്ടർ നമ്മൾ PVC പൈപ്പിലോട്ട് ഇറക്കി വയ്ക്കും. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മുടെ മോട്ടർ സോൾഡർ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ലോട്ടിൽ വർക്കാവുന്ന സോക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ PVC പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മൾ സ്മൂത്ത് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മോട്ടർ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മോട്ടർ ചെറിയ ലൂസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ടൈപ്പിട്ട് കറക്റ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ ഞാനൊരു സർക്കിൾ ഷേപ്പിൽ ഒരു PVC ഷീറ്റാക്കിയത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യാൻ കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഒരെണ്ണം ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഇത് പ്രസ്സിങ് സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്വിച്ച് ഫിക്സ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ മോട്ടറിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ മോട്ടറിൽ 2 വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന വയറിൽ ഞാനിപ്പോൾ നമ്മുടെ സ്വിച്ചും കൂടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഞാനിവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ മോട്ടറിന് കുറച്ച് എയർ പാസിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ സ്വിച്ചിനായിട്ടുള്ളൊരു ഹോളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മോട്ടർ ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കണക്ഷനും കൊടുക്കേണ്ട വയർ ബാക്കിലോട്ട് ഇടാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്വിച്ച് നമ്മൾ നേരത്തെ കാണിച്ച ഹോളിലോട്ട് കയറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സ്വിച്ച് നമ്മളിപ്പോൾ നെറ്റിട്ട് മുറുക്കി. ഇത് നമുക്ക് നമ്മുടെ മോട്ടർ പ്ലേസ് ചെയ്യാൻ മാത്രം. നമ്മളിപ്പോൾ എയർ പാസിങ്ങിനുള്ള ഹോള് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോള് കറക്റ്റ് വരുന്ന പോലെയാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ മോട്ടർ അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മളൊരു മാസ്കിൻ ടൈപ്പ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഈ 2 ഹോളും നമ്മുടെ മോട്ടറിന് ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹോളിൽ കറക്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ മോട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. PVC ഷീറ്റ് സർക്കിളിൽ നടുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിൽ മോട്ടറിന് അവിടെ വെക്കാനാണ്. അപ്പോൾ 2 സ്ക്രൂവിൻ്റെയും കൂടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച PVC ഷീറ്റ് നമുക്ക് നമ്മുടെ മോട്ടറിൽ സ്ക്രൂ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിലെ പവർ അഡാപ്റ്റർ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മുടെ 2 പേരോട് സോൾഡർ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഇവിടെ അഡാപ്റ്ററിൻ്റെ നെറ്റ് ഇടാം. ഫ്രണ്ട്സ്, ഇത് നമുക്ക് നമ്മുടെ വയർ സോൾഡർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ 2 വയറും സോൾഡർ ചെയ്തിട്ട് നമുക്കിപ്പം ഇത് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പണി കഴിയും. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഡ്രിൽ ബിറ്റും നമ്മുടെ കട്ടിംഗ് മെഷീനുമായിട്ട് വർക്കിപ്പിച്ച് കാണിച്ചു തരാം. നമുക്ക് സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ചക്കൊന്ന് മുറുക്കാണ്. നമ്മുടെ ചക്ക് മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ ഡ്രിൽ ബിറ്റ്, കട്ടിംഗ് വീലുണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ സോക്കറ്റും ഉണ്ട്. ഈ സോക്കറ്റ് വഴിയാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോക്കറ്റ് ഹോൾഡർ, നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടിൽ നമ്മുടെ ചക്കാണ് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ 2 ഹോൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, എയർ ഇൻ ആൻഡ് ടേക്ക്. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ പ്രസ്സിങ് സ്വിച്ചാണ്, നമ്മളിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന പോലത്തെ സ്വിച്ചാണിത്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ കട്ടർ വീല് പ്രവർത്തിപ്പിച്ച് നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കട്ടർ വീൽ സെറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ കട്ടർ വീൽസ് കിട്ടുന്നുണ്ട്, പിന്നെ നമുക്കത് പിടിപ്പിക്കാനുള്ളൊരു നിങ്ങൾക്ക് കാണാം ഒരു സ്ക്രൂവും അതിൻ്റെ ഒരു ഹോൾഡറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ആ സ്ക്രൂവിൻ്റെ അകത്തായിട്ട് ചെറിയൊരു കട്ടർ വീല് അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമുക്കിത് പിടിപ്പിക്കാം. അപ്പോൾ പിടിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ചക്കിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ കാണാം, ചക്കിൻ്റെ സെറ്റായിട്ട് തന്നെ നമുക്ക് ഒരു സോക്കറ്റ് വരെ നെട്ടും കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ നെട്ട് അതിൻ്റെ അകത്തോട്ട് പിടിപ്പിക്കാം. നമ്മുടെ സോക്കറ്റ് അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണക്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ്, ഇത് യൂസ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് യൂസ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ 12 വോൾട്ട് ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു 12 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ 12 വോൾട്ട് കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു PC പൈപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ മിഷീൻ വർക്കാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്, ചെറുതാണെങ്കിലും. ഫ്രണ്ട്സ്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട്, ചെറുതാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വലിയ വീൽ പിടിപ്പിച്ചു. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡയറക്ഷൻ റൈറ്റിലോട്ടാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ റൈറ്റിലോട്ട് വേണം നമ്മുടെ മോട്ടർ കറങ്ങാൻ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ റൈറ്റിലോട്ട് തന്നെയാണ് കറങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ വലിയ കട്ടർ വീലാണ് ഇട്ടിരിക്കുന്നത്, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കാണാം, നമ്മളിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത ചെറുതിനെക്കാട്ടിലും വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു. അത്യാവശ്യം നല്ല പവർഫുൾ മോട്ടർ തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രിൽ ബിറ്റ് പിടിപ്പിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ കട്ടിംഗ് വീലിൻ്റെ സെറ്റിൽ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറും നമുക്ക് അതിൻ്റെ ടൈറ്റ് ചെയ്യാനുള്ള സോക്കറ്റും സ്ക്രൂവും അതിൻ്റെ കൂടെ 2 വാഷറും ഉണ്ട്. പിന്നെ നമുക്ക് 1 2 3 4 5 6 വീലും തരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഡ്രിൽ മെഷീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും നല്ല ഫോഴ്സിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനേക്കാളും പവർഫുൾ മെഷീനാണിത്. അപ്പോൾ നമുക്ക് അതിനേക്കാളും പവറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രിൽ ബിറ്റ് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, ആയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നട്ട് മുകളിലിടുകയാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ സോക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സോക്കറ്റ് ആദ്യം അടിയിൽ ഫിക്സ് ചെയ്യണം. നമുക്കിത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രില്ല് ചെയ്ത് നോക്കാം. നമുക്ക് കാണാം അത്യാവശ്യം സ്പീഡിൽ തന്നെ ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ PVC പൈപ്പിലൊരു ഹോൾട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വുഡൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഹോൾഡ് നോക്കാൻ പോവാണ്. നമുക്ക് കാണാം അപ്പുറത്തെ സൈഡ് കാണാം. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു വുഡാണിത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലോട്ട് ഹോൾഡ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം.
ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇത് ഞാൻ നിർമ്മിച്ച DC പവർ സപ്ലൈ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ഡ്രിൽ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ 12 വോൾട്ട് DC മോട്ടറാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത് 3.3 വോൾട്ടിലാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ സ്പീഡാണ് 3.3 വോൾട്ട് കിട്ടുന്നത്. ഞാൻ 5 വോൾട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 5 വോൾട്ടിൽ ഈ സ്പീഡാണ് കിട്ടുന്നത്. 12 വോൾട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് 12 വോൾട്ടിൽ നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്. നമുക്ക് 5 വോൾട്ടിലും 3.3 വോൾട്ടും കിട്ടിയതിനേക്കാളും കൂടുതൽ സ്പീഡാണ് നമുക്ക് 12 വോൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങളും വീട്ടിൽ നിർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോ വരെ കാണുന്നവരെ ബൈ ബൈ.